come along, pushing the boundaries, rewriting a song. And maybe tomorrow we can be great, but just for the moment, it's a beautiful day. It's a beautiful day. Here we stand, the world awaits. We'll let the stars tonight light the way. Hand in hand, through light or rain. ആകാശം ഭൂമി ഇവ നിർമ്മിച്ച ദേവദേവൻ. ആകാശം ഭൂമി ഇവ നിർമ്മിച്ച ദേവദേവൻ. സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ. വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ. ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും. ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും. ഏകട്ടെ മംഗളങ്ങൾ മേൽമേലായി. ആകാശം ഭൂമി ഇവ നിർമ്മിച്ച ദേവദേവൻ. ആകാശം ഭൂമി ഇവ നിർമ്മിച്ച ദേവദേവൻ. സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും. ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും. ഏകട്ടെ മംഗളങ്ങൾ മേന്മേലായി. വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ. വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ. ആകാശം ഭൂമി ഇവ നിർമ്മിച്ച ദേവദേവൻ. ആകാശം ഭൂമി ഇവ നിർമ്മിച്ച ദേവദേവൻ. സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. വാനം പാടി പാടും പോലെന്നുള്ളം വാഴ്ത്തുന്നു നിന്നെ ലോകൈകനാഥായേശുവേ. വേനൽ വിങ്ങും തീരം തേടും മേഘം പോലെന്നിൽ പെയ്യൂ നിൻ സ്നേഹദാനം മോചക. വാനം പാടി പാടും പോലെന്നുള്ളം വാഴ്ത്തുന്നു നിന്നെ ലോകൈകനാഥായേശുവേ. വേനൽ വിങ്ങും തീരം തേടും മേഘം പോലെന്നിൽ പെയ്യൂ നിൻ സ്നേഹദാനം മോചക.
കാറ്റിൽ ചാഞ്ചാടും ദീപത്തിൻ നാളം നിൻ കാരുണ്യത്താൽ നേടുന്നുല്ലാസം. കാറ്റിൽ ചാഞ്ചാടും ദീപത്തിൻ നാളം നിൻ കാരുണ്യത്താൽ നേടുന്നുല്ലാസം. എൻ ജീവിതം പുണ്യം നേടുവാ നൽകൂ. ഒന്നും മറന്നില്ല. ഈ ക്യാമറ കൊണ്ട് കാണുന്നില്ല. അടിഞ്ഞു പോകാൻ വഴി. വാത്സല്യമായി സ്നേഹിക്കുന്ന സ്തുതിയ നല്ല അനുഗ്രഹവും മനോഹരവുമായ ഈ നല്ല ഉച്ചകഴിഞ്ഞ സമയത്തിൽ നിങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ആളുകൾ കൊണ്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ഒരുങ്ങി സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു. അതുപോളം വിവാഹ വിഷയം ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാൻ അവിടുത്തെ കൃപാ കടാക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ നന്ദിയോടെ അത് ഓർക്കുകയാണ്. പ്രിയ മകൻ ഇന്ന് വിവാഹിതനാണ്. വിവാഹ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. കടകളല്ലാതെ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന ആ വിവാഹ ശുശ്രൂഷ ഏറ്റവും മംഗളകരമായി തീരുവാൻ സ്വർഗീയ കൃപകൾ പരിശുദ്ധാത്മാവിന്റെ എല്ലാ നിറവുകളും അതിന്മേൽ വെളിപ്പെടുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആര്യ മകൾക്കായി അവിടുന്ന് വന്നു ചേരേണ്ടവര് തക്ക സമയത്ത് എത്തിച്ചേരുവാൻ അവിടുന്ന് കരുതണം. ഇന്നത്തെ വിവാഹ ശുശ്രൂഷയിൽ ആദ്യ അവസാനം പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞു കവിയുന്ന സാന്നിധ്യം ഏറ്റവും മംഗളകരമായി സന്തോഷത്തോടെ നിങ്ങൾക്ക് മടങ്ങി വരുവാൻ അവിടുത്തെ സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാണ്. വാഹന യാത്രകളെ ദൂതഗണങ്ങളെ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യണം. കാലാവസ്ഥ നിങ്ങൾക്ക് എത്രത്തോളം അനുഗ്രഹമാക്കിയല്ലോ. യാതൊരു ബുദ്ധിമുട്ടും ഇനിയുള്ള ഒരു കാര്യത്തിലുണ്ടാകാതെ അവിടുന്ന് സകലത്തെയും പരിപാലിക്കുകയും അവിടുന്ന് സകലത്തെയും ഗൈഡ് ചെയ്യുകയും ചെയ്യണമെന്ന് നിങ്ങൾ സാധിക്കും. ആശ്രയിക്കുക ഇപ്പോൾ ആ വിവാഹ ശുശ്രൂഷയ്ക്കായി കടന്നു പോകും. എല്ലാ മഹത്വവും മാനും പുകഴ്ചയും ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന യാചന കേടുന്നുണ്ട്. യേശു കർത്താവിൻ വലിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് ദയ തോന്നിക്കണം. സ്വർഗീയ നല്ല പിതാവേ, പിതാവാം ദൈവത്തിന്റെ സ്നേഹം പുത്രനാമേശു ക്രിസ്തുവിന്റെ കൃപ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സംസർഗം സഹവാസം പ്രിയ മകൻ രുചിവിനോടും ഇന്ന് നടക്കുന്ന വിവാഹ ശുശ്രൂഷയോടും യാത്രയാകുന്ന സകലരോടും ഇന്ന് ഉണ്ടായിരിക്കുമാറാകട്ടെ. You're the light, you're the night, you're the color of my blood. You're the cure, you're the pain, you're the only thing I wanna touch.
never knew that it could mean so much, so much. You're the fear, I don't care, 'cause I've never been so high. Follow me to the dark, let me take you past our satellite. You can see the world you brought to life, to life. So love me like you do, la la, love me like you do. Love me like you do, la la, love me like you do. Touch me like you do, touch me like you do. What are you waiting for? Paradise, every inch of your skin is a holy grail I've gotta fight. Only you can set my heart on fire, on fire. Yeah, let you set the pace, 'cause I'm not thinking straight. My head's spinning around, I can't see clear no more. What are you waiting for? Paradise, every inch of your skin is a holy grail I've gotta fight. Only you can set my heart on fire, on fire. Yeah, let you set the pace, 'cause I'm not thinking straight. My head's spinning around, I can't see clear no more. What are you waiting? നമുക്കെല്ലാം കണ്ണുകളടയ്ക്കാൻ സ്തോത്രം ജാഗരിക്കാം. വിവാഹ ശുശ്രൂഷയുടെ ആശീർവാദത്തിനായി എല്ലാവരും സ്തോത്രം ജാഗരിക്കുമ്പോൾ അവൻ എല്ലാ സമയത്തിലെ പ്രാർത്ഥന സഹായം. നീയോ
ഈ സമയം കർത്താവിന്റെ ക്ലാരൻസ് മുൻപോട്ട് വരികയും 45-ാം സങ്കീർത്തനം വായിക്കുകയും ചെയ്യും. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിന്റെ വാൾ അരക്കി കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവർ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം, നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലതു ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചുകൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ചതിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ആമേൻ. ഇതുമായ നല്ല നിമിഷമാക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊരു വിവാഹ ശുശ്രൂഷയാണ്. അപ്പോൾ തന്നെ ആരാധനയ്ക്കും പ്രാധാന്യം നാം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇത്രത്തോളം കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ ദയയും കരുണയും ഒന്ന് മാത്രമാണ്. നമ്മളെക്കാൾ എത്രയോ ആരോഗ്യവും ശ്രേഷ്ഠതയും കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ളവർ പുതുന്നവരെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഈ മെയ് മാസം 7-ാം തീയതി വൈകുന്നേരത്ത് സന്തോഷത്തോടെ നമുക്ക് ഈ ഹാളിനകത്ത് ആയിരിക്കാൻ കഴിയുന്നത് നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണമേന്മയോ ഉപയോഗിക്കുന്ന മരുന്നിന്റെ കരുത്തുകൊണ്ടൊന്നുമല്ല, കർത്താവിന്റെ കൃപയാണ്. ആ ഉറപ്പും ബോധ്യവും ഉണ്ടെങ്കിൽ സർവശക്തന ചില നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹൃദയം തുറന്ന് നന്ദി പറയുന്നതാണ് ആരാധന. നാം യേശുവിന് വേണ്ടി നമുക്ക് അവൻ ചെയ്ത് ഓർത്താൽ തിരികെ കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്താലും മതി വരികയില്ല. പക്ഷെ കർത്താവിന് ആകെ നമുക്ക് ചെയ്യുവാൻ അല്ലെങ്കിൽ കൊടുക്കുവാൻ കഴിയുന്ന ആരാധനയും സ്തുതി സ്തോത്രങ്ങളുമാണ്. നമ്മളോടൊപ്പം ആരാധനയിൽ ലീഡ് ചെയ്യേണ്ടതിനും നമ്മളോടൊപ്പം ശുശ്രൂഷിക്കേണ്ടതിനുമായി അനുഗ്രഹിക്കപ്പെട്ട ടാലന്റഡ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് ഉണ്ട്. ബെൻസൺ, റസൽ, ആമേൻ, മറ്റ് പ്രിയപ്പെട്ടവർ, ആമേൻ. അവർ നമ്മുടെ ആരാധനയിൽ നമ്മളോടൊപ്പം കർത്താവിനെ മഹത്വപ്പെടുത്തും. അവർ നമ്മളെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് അവരോടൊപ്പം ചേർന്ന് ചില മിനിറ്റുകൾ ഈ വൈകിയ കർത്താവിനെ മഹത്വപ്പെടുത്താം. ആമേൻ. അതിനായി അവരെ സ്വാഗതം ചെയ്യും. അതിന് കാരണക്കാരനായ ഒരുവൻ മാത്രമേ ഉള്ളൂ. എനിക്കറിയുന്നതുപോലെ നിങ്ങളുടെ മനസ്സിൽ ഒരാളുടെ പേര് വന്നതുപോലെ സർവശക്തനായ യേശു മാത്രമാണ്. അത് അംഗീകരിക്കുന്നവർ മാത്രം സ്തോത്രം ചെയ്യാനാണ്. പ്രൈസ് ദി ലോർഡ്. ആ വലിയവനായ ദൈവത്തെ നാം ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്താൻ പോകുന്നു.
ശരീരം അനുവദിക്കുന്നവർ ഈ ആത്മീയ സാന്നിധ്യത്തിൽ നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാൻ ആഗ്രഹമുള്ളവർ സ്വസ്ഥാനം എഴുതി നിൽക്കാം. നമ്മൾ ചേർന്ന് വലിയവനായ ദൈവത്തെ പാടി മഹത്വപ്പെടുത്താൻ പോകും. ഏറ്റവും നല്ലവനായ ദൈവമാണ്. ദൈവം ചെയ്ത് ആരും ഇതൊരു ഷോ ആയിട്ടോ ഇത് മറ്റു കാര്യങ്ങളായിട്ട് കാണരുത്. ഇതൊരു ശുശ്രൂഷയായിട്ട് കണ്ടുകൊണ്ട് അവന്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്നവർ, അവന്റെ നാമത്തിന് വില കൊടുക്കുന്നവർ, അല്പ നിമിഷങ്ങൾ ഹൃദയം തുറന്നു
മക്കൾ പ്രായപൂർത്തിയായി പക്വതയെത്തി അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. രണ്ട് കുടുംബങ്ങളുടെയും മാതാപിതാക്കളുടെ വലിയ സ്വപ്നം പൂവണിയുന്ന ഒരു നിമിഷത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ക്ഷണം സ്വീകരിച്ച് അടുത്തുനിന്നും അകലയിൽ നിന്നുമൊക്കെ ബന്ധുമിത്രാദികള്, സ്നേഹിതര്, സഭയിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ വന്നിരിക്കുക. അപ്പൊ നമ്മളെല്ലാം ചേർന്ന് സന്തോഷത്തോടെ വേണം തുടർന്നുള്ള മിനിറ്റുകളിലായിരിക്കുക. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷസ്വരമുണ്ട്. ഈ വൈകുന്നേരത്തിൽ ഇവിടെ ആയിരിക്കുന്നത് യേശുവിന്റെ രക്തത്താൽ കനികൾ പ്രാപിച്ച ദൈവജനത്തിന്റെ വലിയൊരു കൂട്ടം ഇവിടെയുണ്ട്. നമ്മളിന്ന് ഇവിടെ വന്നത് കരയാനല്ല. കരയാൻ കാരണങ്ങൾ പലത് കണ്ടേക്കാം, പക്ഷെ അതോർത്ത് ദുഃഖിക്കാനല്ല, അതെല്ലാം മറന്ന് സന്തോഷിക്കാനാണ്. ഈ വൈകുന്നേരം നമ്മൾ ഒരുമിച്ച് സന്തോഷിച്ചു തുടങ്ങുമ്പോൾ സ്വർഗം നമ്മോടൊപ്പം സന്തോഷിക്കും. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ചെന്ന് ശക്തിയും ദൈവത്തെ മഹത്വം കൊടുത്തേ. ആമേൻ. God bless you. ഇന്ന് വിവാഹിതരാകുന്ന ഇന്നത്തെ വധുവരന്മാരായ പ്രിയപ്പെട്ടവരെ എനിക്കൊന്ന് സദസ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വളരെ സന്തോഷമാണ്. ഇന്നത്തെ വരൻ റിജു മോൻ രാജു ഡൊമിനിക് കുറ്റിച്ചൽ ഹെവൻലി ലൈഫ് സെന്റർ സഭയിലെ വളരെ അനുഗ്രഹീതനായ ആക്റ്റീവ് മെമ്പറാണ് പ്രിയ റിജു. അവൻ സൗദി അറേബ്യയിൽ ദമാമിൽ ഒരു ലോജിസ്റ്റിക്സ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അവന്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം തക്ക സമയത്ത് അവന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട മകൾ ആര്യയെ ഒരുക്കി. ആ കാര്യാദികളെ കുറിച്ച് ആലോചിച്ചു, പ്രാർത്ഥിച്ചു, തീരുമാനിച്ചു. ഇത്രത്തോളം വരുവാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആര്യയും ഇവിടെ നെയ്യാറ്റിങ്കര തൊഴുക്കൽ PFI സഭയിലെ അനുഗ്രഹീതയായ ഒരു ആക്റ്റീവ് മെമ്പറാണ്. ഇപ്പോൾ തന്നെ ആര്യയും വിദേശത്താണ്, ബഹ്റിനിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെയുള്ള എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ നിജു തോമസ് ദേവദാസിന്റെ സഭയിൽ വളരെ ആക്റ്റീവായി ആ സഭയുടെ പ്രവർത്തനങ്ങളൊക്കെ പങ്കാളിയാകുന്ന ഒരു മാന്യ യുവതിയാണ് പ്രിയ ആര്യ. ഇവരിരുവരും ഇന്ന് പകൽ കർത്താവിന്റെ ദാസന്മാർ അവരെ ആശീർവദിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൽ ഉഭയസമ്മതം ചെയ്ത് പുതിയൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാനും പ്രിയപ്പെട്ടവരെ ആശീർവദിക്കുവാനും ഒക്കെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. വ്യത്യസ്തമാകുന്ന വിശ്വാസങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അനുവർത്തിക്കുന്നവർ എന്ന പകൽ ഈ സദസ്സിലുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരുപക്ഷെ നിങ്ങൾ മറ്റു പലയിടങ്ങളിലും കാണുന്ന പോലെ പ്രകടമായ ഒരു അലങ്കാരങ്ങളോ ഒന്നും ഇവിടെ കാണാനില്ല. മന്ത്രോച്ചാരണങ്ങളോ മലരോ കുന്തിരുക്കമോ അങ്ങനെയൊക്കെയുള്ള മതചിഹ്നങ്ങൾ ഇവിടെ ഇല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് അദൃശ്യനാകുന്ന ദൈവം ഇരു മനസ്സുകളെയും സംയോജിപ്പിക്കുന്നുള്ള ബൈബിൾ തത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇതൊരു സാധാരണ ഓഡിറ്റോറിയം അല്ലേ, ഇതൊരു പ്രോഗ്രാം, ആ ലാഘവത്തോടെ ഇരിക്കാതെ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ പ്രാർത്ഥനാപൂർവം ചില മിനിറ്റുകൾ തുടർന്നുള്ള ശുശ്രൂഷകൾ സഹകരിക്കണമെന്ന് പ്രാരംഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പലരും പറയുന്നതായ ഒരു പഴിയുണ്ട്, അത് വാസ്തവമല്ല. ഇങ്ങനെയൊക്കെയുള്ള വിവാഹത്തിൽ പോയാൽ എല്ലാവരും പ്രസംഗിച്ച് ഒരുപാട് സമയം കളയും. അങ്ങനെ ഒന്നും ഇവിടെ സംഭവിക്കത്തില്ല. വളരെ സമയബന്ധിതമായി, വളരെ കൃത്യതയോടെ എല്ലാം ഭംഗിയായി കർത്താവ് ചെയ്യും. പ്രാർത്ഥനാപൂർവം തുടർന്നുള്ള മിനിറ്റുകൾ നിങ്ങളെല്ലാം സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കേണ്ടതിനും മുഖ്യ സന്ദേശം നൽകേണ്ടതിനും അനുഗ്രഹിതനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബി മോനച്ചൻ അവர்கள் നമ്മളോടൊപ്പമായിരിക്കുന്നു. കർത്താവിന്റെ ദാസന് ഷാർജയിലായിരുന്നു. കഴിഞ്ഞ രാത്രിയിലാണ് വീട്ടിൽ വന്നത്. പിന്നെയും ഇന്ന് കായംകുളത്തുനിന്ന് ദീർഘദൂരം യാത്ര ചെയ്ത്, നമുക്കറിയാം ഇപ്പൊ റോഡിൽ NH-ലും MC റോഡിലും ഒരുപോലെ പണി നടക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതെല്ലാം വകവെച്ച് തക്ക സമയത്ത് കായംകുളത്തുനിന്ന് അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. കർത്താവിന്റെ ഓർത്ത് സ്തുതിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ പാസ്റ്റർ SS ബിജു അവர்கள் ആര്യയുടെ ചർച്ചിലെ പാസ്റ്ററാണ്, നമ്മളോടൊപ്പം ഇതായിരിക്കുന്നത് വളരെ സന്തോഷം. കർത്താവിന്റെ സ്വാഗതം ചെയ്യുന്നു.
കുറ്റിച്ചൽ ഹെവൻലി ലൈഫ് സെന്റർ സഭയിലെ സഹശുശ്രൂഷകനായിരിക്കുന്ന ക്ലാരൻസ് ബ്രദർ, ആമേൻ, ആര്യയുടെ സഭയുമായി ബന്ധപ്പെട്ട ആമേൻ പ്രിയ കർത്താവിന്റെ ദാസന്മാർ, അതോടൊപ്പം തന്നെ ഈ സ്റ്റേജിൽ ഇത്രയും പേര് ഇരിക്കുന്നുവെങ്കിലും അനുഗ്രഹീതരായ അനവധി കർത്തൃദാസന്മാർ ഈ സദസ്സിൽ അവിടെവിടങ്ങളിലായി ഇരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം ഈ സ്റ്റേജിൽ ഇരുത്താനുള്ള സ്ഥലപരിമിതിയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളായി തന്നെ ഇങ്ങോട്ട് വരാൻ തിടുക്കം കാണിക്കാതെ അവിടെ പോയി ഇരുന്നു. വളരെ സന്തോഷം. ചിലരെയൊക്കെ ക്ഷണിച്ചു, എങ്കിലും അവരത് കണ്ടിട്ട് പറഞ്ഞു വേണ്ട, അവിടെ ഇരുന്നോളാം. അതുകൊണ്ട് നമ്മളെല്ലാം ഒരുമിച്ച് ചേർന്ന് എന്ന് പറഞ്ഞത് ദൈവദാസനെല്ലാം ഒരുമിച്ച് ചേർന്നാണ് ഈ ശുശ്രൂഷയുടെ പകൽ ആശീർവദിക്കുന്നത്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ക്ഷണം സ്വീകരിച്ച് ആമേൻ ഇരുഭാഗത്തുനിന്ന് വന്ന പ്രിയപ്പെട്ടവര്, സ്നേഹിതര്, അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, സഭാജനങ്ങൾ എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ വിവാഹ ശുശ്രൂഷയിൽ സന്തോഷത്തോടെ ആയിരിക്കാം. അമ്മ നമുക്ക് പ്രാർത്ഥിക്കാം. കാലാവസ്ഥ ഇന്നലെയൊക്കെ വളരെ പ്രതികൂലമായിരുന്നു, ഭയങ്കരമായിരുന്നു, മഴ പെയ്തു. സ്തോത്രം. ഇന്ന് മഴ പെയ്യത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. മഴ മേഘം നമുക്ക് ദൈവം അതിരിടും. ആമേൻ. ഏറ്റവും മംഗളകരമായി തീരുവാൻ കർത്താവ് ചെയ്യാം. സ്തോത്രം. വളരെ ഒട്ടും സമയം ദീർഘിപ്പിക്കുന്നില്ല. വളരെ പ്രാർത്ഥനയോടുകൂടി നാം ദൈവം സ്നേഹിക്കുമ്പോൾ ആമേൻ നമ്മളുടെ കർത്താവിന്റെ വചനം അറിയിക്കേണ്ടതിനാൽ ആമേൻ കർത്താവ് ബിജു അവരുടെ ക്ഷണിക്കുന്നു. കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹീതമായ സമയത്തിൽ ഒരിക്കൽ കൂടെ ഓർത്തപ്പെടുമാറാകട്ടെ. വേദിയിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനമുള്ള ജാക്സൺ പാസ്റ്റർ, ഇന്നത്തെ വിവാഹ ശുശ്രൂഷ നിർവഹിക്കാൻ ദൈവത്താൽ നിയുക്തനായിക്കപ്പെട്ട ബഹുമാനമുള്ള പാസ്റ്റർ മോനിച്ചൻ അവർ, ഞങ്ങളുടെ നെയ്യാറ്റിൻകര സഭയിലെ പാസ്റ്റർ ഷമാൽ അവർ, നിയുക്ത വധുവിൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പാസ്റ്റർ സുകുമാരൻ അവർ, വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠ ദേവദാസൻ, അതുപോലെ വേദിയിലായിരിക്കുന്ന ദേവദാസന്മാർ, പ്രത്യേകിച്ച് വാർഡ് കൗൺസിലർ ഫാമിലി, മറ്റു ഇരുഭവനങ്ങളിൽ നിന്നും കടന്നു വന്ന ബന്ധുക്കൾ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു സമയത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഋതുമോന്റെയും ആര്യയുടെയും വിവാഹ ദിവസമാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അവരിൽ നിന്നുള്ള വലിയൊരു ദൈവപ്രവൃത്തി നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവരുടെ കുടുംബജീവിതത്തിൽ തുടർന്ന് അനുഗ്രഹമായി തീരേണ്ടതിനായി തുടർന്നുള്ള ശുശ്രൂഷകളിൽ ദൈവസാന്നിധ്യം പകരേണ്ടതിനും ദൈവജനം വളരെ പ്രാർത്ഥനയോടായിരിക്കാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ആര്യ വളരെ ചെറുപ്രായം മുതൽ തന്നെ ഞങ്ങളുടെ നെയ്യാറ്റിൻകര തുഴുക്കൽ ഷോപ്പിൻ്റെ പെന്തക്കോസ്റ്റസിലെ ആക്റ്റീവ് മെമ്പറായിരിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കി. വളരെ ചെറുപ്രായത്തിൽ 2-3 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ സഭയിൽ കടന്നു വരുവാനും അവർ കർത്താവ് യേശുക്രിസ്തുവിനെ ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊണ്ട് സ്നാനപ്പെട്ട യേശുവിനോട് ചേരുവാനും സഭയിലെ യുവജന മീറ്റിംഗ്, വുമൻസ് മീറ്റിംഗ്, സൺഡേ സ്കൂൾ ഇതിലൊക്കെ വളരെ ആക്റ്റീവായി തന്നെ അവളെ ഏൽപ്പിച്ച താലന്തുകൾ ഉപയോഗിക്കാനൊക്കെ പൈതലിനെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പഠനവുമായുള്ള ബന്ധത്തിൽ സഭയിൽ നിന്ന് വിദൂരതയിൽ നിന്ന് പഠിക്കുവാൻ ദൈവം അവസരമൊരുക്കി. ശേഷം വിദേശത്ത് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ ദൈവം കൃപ ചെയ്തു. ബഹ്റൈനിൽ ഉള്ള ഒരു സ്ഥാപനത്തിൽ അനുഗ്രഹീതമായ ഒരു ജോലിയിലായിരിക്കുന്നു. അതുപോലെ അവിടെ ആ സഭയിലെ ദേവദാസൻ പാസ്റ്റർ നെജോ തോമസ് എൻ്റെ അടുത്ത സ്നേഹിതനാണ്. അദ്ദേഹത്തിലൂടെ ആ സഭയിൽ ആത്മീക ശുശ്രൂഷകൾക്കും തന്നെ ഏൽപ്പിച്ച താലന്തുകളൊക്കെ വ്യാപാരം ചെയ്യുവാൻ പ്രിയപൈതലിനെ ദൈവം ഒരിക്കലോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തദാസനിൽ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ചില സാഹചര്യ തടസ്സങ്ങൾ കൊണ്ട് നെജോ തോമസ് പാസ്റ്റർ വരുവാനായി കഴിഞ്ഞില്ല. അവർ സഭയായി പ്രാർത്ഥിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഋതുമോനെ കുറിച്ച് നമ്മൾ കേട്ടു. നമ്മുടെ സഭയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു യൗവനക്കാരനായ മകനാണ്. സ്തോത്രം ചെയ്യുന്നു. ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ വളരുവാനും നമ്മൾ കേട്ടതുപോലെ സൗദി അറേബ്യയിൽ നല്ലൊരു ജോലിയിലായിരിക്കാനും ഒക്കെ ഇത് ഒരുക്കി. ഇരുവർക്കും വേണ്ടി ഇരു കുടുംബങ്ങളും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി തക്ക സമയത്ത് അനുഗ്രഹീതമായ തുണയെ ദൈവം നൽകി മാനിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന്
അവർ ദൈവസന്നിധിയിൽ എടുക്കുന്ന ഉടമ്പടിയുടെയും ഉപവിശ്വത്തിലൂടെയും കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അവർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് ദൈവജനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശേഷം അനുഗ്രഹീതനായ അഭിഷിക്തൻ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി നോഹ ഒരു പെട്ടകം പണിതു. അവിടെ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അനവധി കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, ജലപ്രളയം വന്ന ഭൂമിയെ നശിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിടുമ്പോൾ ആരും നശിച്ചു പോകരുത് എന്ന പ്രതീക്ഷയോടുകൂടെ ഒരു കുടുംബത്തിലെ ഒരംഗമെങ്കിലും ഈ പെട്ടകത്തിൽ കയറണം എന്നുള്ള ആവേശത്തോടെ ആഗ്രഹത്തോടെ നോഹയപ്പച്ചൻ ദേശങ്ങളിലൊക്കെ കടന്നു ചെന്ന് പ്രസംഗിക്കുവാൻ തുടങ്ങി. ഒരു കുടുംബമോ ഒരു വ്യക്തിയോ ഈ പെട്ടകത്തിൽ കയറുവാൻ ഇടയായില്ല. എന്നാൽ നോഹയും കുടുംബവും ആ പെട്ടകത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയായിത്തീർന്നു. കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന, വ്യക്തിബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിലൂടെ, ദൈവവചനത്തിലൂടെ അരക്കെട്ടുറപ്പിച്ച് ജീവിക്കുന്ന കുടുംബജീവിതങ്ങൾ തകരുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. പാറമേൽ അടിസ്ഥാനമിട്ട് പണിത ആ ഭവനം കാറ്റടിച്ചു, പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നുവെങ്കിലും അടിസ്ഥാനം പാറമേലായതുകൊണ്ട് അത് വീഴുവാൻ ഇടയായി തീർന്നില്ല. രിജുമോനോടും ആര്യയോടും ഇന്ന് പകൽ പറയുവാനുള്ളത്, എന്ത് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, കൊടുങ്കാറ്റുകൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കാം. എന്നാൽ ക്രിസ്തു എന്ന പാറമേലാണ് നിങ്ങളുടെ അടിസ്ഥാനമെങ്കിൽ ലോകത്തിൽ വരുന്ന പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും കൊടുങ്കാറ്റുകൾക്കൊന്നും തന്നെ നിങ്ങളെ ഒരിക്കലും തകർക്കുവാൻ സാധ്യമല്ല. ഈ പകൽക്കാലം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പ്രകാരം നമ്മൾ കാണുന്നു, നമ്മൾ സാധാരണ വിവാഹത്തിന് വായിക്കുന്ന ദൈവവചനമാണ്. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. നിറഞ്ഞു കവിയുന്ന ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയും ഉയർച്ചയും പേരും പ്രശസ്തിയും ഒക്കെ ഇന്ന് നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനം പറയുന്നു, ഈ നിറവൊന്നും നമ്മെ തികവാക്കി തീർക്കുകയില്ല. നമ്മെ തികവാക്കി നിർത്തുന്നത്, ഒരു കുടുംബത്തെ തികവാക്കി നിർത്തുന്നത് ഈ ലോകത്തിലെ സമ്പത്തോ സൗന്ദര്യമോ പണമോ വിദ്യാഭ്യാസമോ പേരോ പ്രശസ്തിയോ അല്ല. നിന്റെ ഹൃദയം ശുഭവചനത്താൽ കവിഞ്ഞാൽ. ഋജുമോനോട് ആര്യോട് പറയുവാനുള്ളത്, മനുഷ്യന്റെ കണ്ണിന് കാണുന്ന പലതിലും ശൂന്യതകൾ താഴെട്ടി നിന്നാലും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവവചനത്താൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനിടയായി തീരും. ദൈവവചനം പറയുന്നു, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. അങ്ങനെയെങ്കിൽ തുടർന്ന് കേൾക്കുന്ന ദൈവവചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അവിശുദ്ധരുടെ തുടർന്ന് കേൾക്കുന്നതായ ആലോചനകളൊക്കെയും വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് അതിനെ ഹൃദയത്തിൽ നിറച്ച് ഒരു കുടുംബജീവിതം നയിപ്പാൻ നിങ്ങൾ സമർപ്പിക്കപ്പെട്ടാൽ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഒരിക്കലും നമ്മൾ തകർന്നു പോകത്തില്ല. സങ്കീർത്തന പുസ്തകം 45-ന്റെ 10-ാം വാക്യത്തിൽ പ്രകാരം നാം കാണുന്നു, അല്ലയോ കുമാരി കേൾക്കുക. ഒന്ന്, ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേൾക്കണം. ദൈവദാസന്മാരോട് കേൾക്കുന്ന ആലോചനകൾ, പ്രത്യേകിച്ച് ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ നിങ്ങളോട് ദൈവാത്മാവ് അഭിഷിക്തന്മാരോട് സംസാരിക്കുന്ന ആലോചനകൾ ശ്രദ്ധയോടെ കേൾക്കണം. അങ്ങനെ ആ വചനം ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും. കുടുംബജീവിതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഒന്ന്, ഭാര്യ പറയുന്നത് ഭർത്താവ് ഒന്ന് നല്ല മനസ്സോടെ കേൾക്കണം. ഭർത്താവ് പറയുന്നത് ഭാര്യ ഒന്ന് നല്ല മനസ്സോടെ കേൾക്കണം. ചിലർ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, സഹോദരന്മാർ ഒരു ദിവസം
7000 വാക്കുകൾ പദങ്ങൾ പറയും എന്നാണ്. സഹോദരന്മാർ പുരുഷന്മാർ ഒരു ദിവസം 7000-ൽ-അധികം പദങ്ങൾ പറയും എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ സഹോദരിമാർ ഒരു ദിവസം എത്ര പദങ്ങൾ പറയും? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? എത്ര? 20,000. ഒരു ആന്റി പറഞ്ഞു 20,000 പദങ്ങൾ പറയുമെന്നാണ്. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഏകദേശം പകുതിയോളം ആന്റി വന്നെത്തി. 30,000-നും 40,000-നും ഇടയ്ക്കുള്ള പദങ്ങൾ പറയുമെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അല്ലയോ കുമാരി കേൾക്കുക, ആര്യയ്ക്ക് ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ, ഒരു മനസ്സിലെ വേദന കടന്നു വരുമ്പോൾ, നേരത്തെ അവൾ അമ്മയെ വിളിച്ചു പറയുമായിരുന്നു, അല്ലെങ്കിൽ ആ സ്തോത്രം മറ്റുള്ള വേണ്ടപ്പെട്ടവരോട്, പിതാവിനോടോ ആ സ്ഥാനത്തുള്ള പ്രിയപ്പെട്ടവരോടോ കേൾപ്പിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. ഇനി ആന്റിക്ക് പറയുവാനുള്ളത് ആരാണ്? ബിജുമോനാണ്. ബിജുമോനോട് പറയുമ്പോൾ എന്ത് ചെയ്യണം? ആ വിഷമതകളും ആവശ്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കണം. 30,000-നും 20,000-നും അടുത്തുള്ള പദങ്ങൾ ഒരു ദിവസം പറഞ്ഞ് അത് തീരാതിരുന്നാൽ അടുത്ത ദിവസം സ്റ്റോക്കായാൽ അതിൽ ഇരട്ടിയാൽ 80,000 ആകും. അടുത്ത 1,00,000 കവിഞ്ഞ് പുറകോട്ട് പോകും. ഇതെല്ലാം കൂടെ ഒരു ദിവസം തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ 14 ജില്ലകളിലും ആ ഡാമിലെ ഷട്ടറുകൾ ഒരുമിച്ച് തുറന്നു വിട്ടപ്പോൾ കേരളത്തിന്റെ പല ജില്ലകളും വെള്ളത്തിനടിയിലായി. ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ കേട്ടല്ലോ. അപ്പോൾ ആര് ആഗ്രഹിക്കുന്നത്? ഒരു താങ്ക്സ് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടാവിൻ നാമം അത്യുന്നതം മഹോന്നതം, സൃഷ്ടിജാലവൃന്ദങ്ങളെ പാടൂ കർത്താവിൻ സങ്കീർത്തനം. ഓ കർത്താവിൻ സങ്കീർത്തനം. പ്രപഞ്ച സൃഷ്ടാവിൻ നാമം അത്യുന്നതം മഹോന്നതം, സൃഷ്ടിജാലവൃന്ദങ്ങളെ പാടൂ കർത്താവിൻ സങ്കീർത്തനം. ഓ കർത്താവിൻ സങ്കീർത്തനം. ആകാശത്തിൻ കീഴിലെ രാജനാ, മന്ദിരത്തിൽ രക്ഷകനാം യേശുവേ. ആകാശത്തിൻ കീഴിലെ രാജനാ, മന്ദിരത്തിൽ രക്ഷകനാം യേശുവേ. എല്ലാ നാമം നിന്റെ നാമം കീർത്തിക്കും, അങ്ങു മാത്രം സർവേശ്വരൻ, അങ്ങു മാത്രം സർവേശ്വരൻ. മോഹത്തിന്റെ വീതിയിൽ നീങ്ങിടുവിൻ, മോഹത്തിന്റെ പാതമെടുക്കിടുവിൻ. മാനസാന്തരപ്പെടുവിനെല്ലാവരും, സ്വർലോകരാജ്യം സമാഗതമാ. സത്യദൈവപുത്രനാകും യേശുവിനെ സത്യമായി വിശ്വസിച്ചിന്നാരാധിക്കാം. സത്യദേവപുത്രനാകും യേശുവിനെ സത്യമായി വിശ്വസിച്ചിന്നാരാധിക്കാം. ആകാശത്തിൻ കീഴിലെ രാജനാ, മന്ദിരത്തിൽ രക്ഷകൻ